ഇസഫ് ബാലജ്യോതി ക്ലബ് ഒരു മാറ്റത്തിൻ്റെ തുടക്കം. കുട്ടികളുടെ സമഗ്ര വികസനവും സ്വഭാവ രൂപീകരണവും ലക്ഷ്യമാക്കി ഇസഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ഇസഫ് ഫൗണ്ടേഷൻ വിവിധ സംസ്ഥാനങ്ങളിലായി നടപ്പിലാക്കി വരുന്ന സേവന പദ്ധതിയാണ് ഇസഫ് ബാലജ്യോതി. ജാതി മതവർണ്ണ വർഗ വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇസഫ് ബാലജ്യോതി ക്ലബിൻ്റെ പ്രധാന പങ്കാളികൾ. കുട്ടികളുടെ അവകാശങ്ങൾ, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരിക്കുവാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുവാനുമുള്ള ഒരു ഇടം ഒരുക്കി കൊടുക്കുകയാണ് ഇസഫ് ബാലജ്യോതിയിലൂടെ ചെയ്യുന്നത്. സ്കൂൾ തലങ്ങളിലും കമ്മ്യൂണിറ്റി തലങ്ങളിലും ഇസഫ് ബാലജ്യോതി ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെടുന്നു. ട്രൈബൽ കുട്ടികളുടെ ഇടയിലും സ്പെഷ്യലി ഗിഫ്റ്റഡ് കുട്ടികളുടെ ഇടയിലും ഇസഫ് ബാലജ്യോതി ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. മന്ത്ലി മീറ്റിങ്ങുകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കോർത്തിണക്കി കുട്ടികൾക്കായി ഫാമിലി വർക്ക് ബുക്കും ടീച്ചേഴ്സിനായി ഫെസിലിറ്റേറ്റേഴ്സ് വർക്ക് ബുക്കും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ, കരിയർ ഗൈഡൻസ് സെഷൻ, എക്സാം ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ, ആർട്സ് കോമ്പറ്റീഷൻ, സ്പോർട്സ് കോച്ചിങ്, സമ്മർ ക്യാമ്പുകൾ, സ്പെഷ്യൽ ഡേ ഒബ്സർവൻസ്, ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ഇസഫ് ബാലജ്യോതി കുട്ടികൾക്കായി ഒരുക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 600-ൽ പരം ബാലജ്യോതി ക്ലബ്ബുകളും 20,000-ൽ മുകളിൽ കുട്ടികളും അംഗങ്ങളായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ ഹബ്ബുകളായി തുടങ്ങിയ ഇസഫ് ബാലജ്യോതി ഇന്ന് ഒരു വലിയ വടുവൃക്ഷമായി വളർന്നിരിക്കുകയാണ്. ഈ 600-ലധികം വരുന്ന ബാലജ്യോതി ക്ലബ്ബുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇന്റേൺഷിപ്പിനായി വരുന്ന കുട്ടികളും വിവിധ വോളണ്ടിയേഴ്സായി സേവനം ചെയ്യുന്ന വ്യക്തികളുമാണ്. ഈ ക്ലബ്ബുകളെല്ലാം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയും ഒരു മെന്റർ റോള് എടുക്കുന്നതിന് വേണ്ടിയും ധാരാളം വോളണ്ടിയേഴ്സിനെ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്കും ഈ വലിയ പ്രസ്ഥാനത്തിന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇസഫ് ബാലജ്യോതി പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്കും കഴിയും. നിങ്ങൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ MSW പോലെയുള്ള PG കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിനെ ഇസഫ് ഫൗണ്ടേഷനെ സമീപിക്കുവാനായിട്ട് കഴിയും. ആ ഇന്റേൺഷിപ്പിലൂടെ നിങ്ങൾക്ക് വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളോട് കൂടെ നിൽക്കുവാനും അവിടെ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകരാണോ, കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ താല്പര്യവും സന്നദ്ധതയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കും വോളണ്ടിയേഴ്സായി ഒരു ബാലജ്യോതിയുടെ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. ഇതിനെ സന്നദ്ധതയുള്ള വ്യക്തികൾക്ക് ഇസഫ് ബാലജ്യോതിയുടെ വെബ്സൈറ്റ് വഴിയോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇസഫ് ഫൗണ്ടേഷന്റെ ബാലജ്യോതിയുടെ ആപ്പ് വഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. www.isafbalajothiclub.in എന്നുള്ളത് നമ്മുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക വഴി 4 വ്യത്യസ്തമായ രീതിയിൽ ഈ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത്, ഒരു സ്റ്റുഡന്റ് ബാലജ്യോതി മെമ്പറായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഒരു സ്ഥാപനം, ഒരു സ്കൂള്, അതിന്റെ അധികാരികൾ, എക്സ്എംഒ, പ്രിൻസിപ്പാളോ മാനേജറോ അവിടെ ഒരു ബാലജ്യോതി ക്ലബ്ബ് തുടങ്ങണമെങ്കിൽ അതിനെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു ഇന്റേൺഷിപ്പ് ഇസഫ് ഫൗണ്ടേഷനോട് ചേർന്ന് അതിന്റെ പദ്ധതികളുമായി ചേർന്ന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഒരു വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കാൻ, ഒരു റിട്ടയർഡ് അധ്യാപികയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതയും അവിടെ ഉണ്ട്. ജോയിനുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫോമുകൾ അവിടെ കാണപ്പെടും. അത് ഫോമുകൾ സബ്മിറ്റ് ചെയ്യുക വഴി നിങ്ങൾക്ക് ഇതിനെ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നാളെയുടെ തലമുറയെ വാർത്തെടുക്കുവാനായിട്ടുള്ള ഇസഫ് ബാലജ്യോതി ക്ലബിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. വിവിധങ്ങളായ തലങ്ങളിൽ കുഞ്ഞുങ്ങൾ ചൂഷണത്തിന് വിധേയരാകുന്നു. ചൂഷണത്തിന് വിധേയരാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇസഫ് ബാലജ്യോതി അംഗങ്ങളായ കുട്ടികൾക്ക് അവരുടെ സമ്പൂർണമായ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം എന്ന അറിവാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കരുതൽ എന്ന പാഠഭാഗത്തിലൂടെ കുട്ടികൾക്ക് നൽകാനായി ശ്രമിക്കുന്നത്. കുട്ടികൾ ചൂഷണത്തിന് ഏതെല്ലാം സാഹചര്യങ്ങളിൽ വിധേയരാകപ്പെടുന്നു, ചൂഷണ ശ്രമങ്ങളിൽ നിന്ന് എങ്ങനെ സ്വയരക്ഷ നേടാം, ചൂഷണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, ഏതെങ്കിലും തരത്തിൽ ചൂഷണത്തിന് വിധേയരായാൽ കുട്ടികൾക്ക് പരാതിപ്പെടുന്നതിനും നീതി ലഭിക്കുന്നതിനും ചെയ്യേണ്ടതായ കാര്യങ്ങളും വിവരങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന് ഈ സെഷൻ പ്രയോജനപ്പെടണം. എന്താണ് ബാലസുരക്ഷ? ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ സമസ്ത തലങ്ങളിലുമുള്ള സുരക്ഷ ലഭ്യമാക്കുന്നതാണ് ബാലസുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാലപീഡനം എന്നത് എന്താണ്? ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ തലങ്ങളിൽ ദോഷം വരുത്തുന്ന ഏതൊരു പെരുമാറ്റത്തെയും നമ്മൾക്ക് ബാലപീഡനം എന്ന് വിളിക്കാം. ദുരുപയോഗം മനഃപൂർവ്വമോ അവഗണനയുടെ ഫലമോ ആവാം. എന്നാൽ ഉദ്ദേശം എന്തു തന്നെയായാലും അത് കുട്ടിയുടെ വളർച്ചയിൽ ശാശ്വതമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മൾക്കറിയാം,
പീഡനങ്ങൾ പലതരത്തിലുണ്ട്. ശാരീരികമായ പീഡനം, വൈകാരികമായ പീഡനം, അതുപോലെ ലൈംഗികമായ പീഡനം. ഇതുകൂടാതെ അവഗണനയും ഇതിൽ ഉൾപ്പെടും. അടുത്തത് പറയാൻ പോകുന്നത് പ്രതിരോധ മാർഗങ്ങളാണ്. എങ്ങനെ നമുക്ക് ഈ ചൂഷണങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പ്രതിരോധ മാർഗങ്ങൾ പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് കുട്ടികളെയും മാതാപിതാക്കളെയും സമൂഹത്തെയും ബാലസുരക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് പരമപ്രധാനം. കുട്ടികളെ കേൾക്കാനും അവരോട് സംവദിക്കാനും സമയം കണ്ടെത്തുക എന്നതാണ് മുഖ്യം. രണ്ടാമതായിട്ട് വ്യക്തിബന്ധങ്ങളിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. അവ ലംഘിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അരുത്, നോ എന്ന് കൃത്യമായി പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. ഇപ്പോൾ വ്യക്തിബന്ധങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ബൗണ്ടറീസ് ആൻഡ് കൺസെൻറ്റ് ഇത് രണ്ടും അംഗീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങളല്ല. നമ്മുടെ ബൗണ്ടറീസ്, അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെടുകയും അത് കൃത്യമായിട്ട് നോ പറയേണ്ടിയെടുത്ത് നോ പറയാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് രണ്ടാമതായി ചെയ്യുന്നത്. മൂന്നാമതായിട്ട് വ്യക്തിബന്ധങ്ങളിൽ മറ്റൊരാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും പഠിപ്പിക്കുക കുഞ്ഞുങ്ങളെ. നാലാമതായിട്ട് അപരിചിതരോട് സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരിക്കലും അപരിചിതരായ ആളുകളോട് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുതെന്ന്. ഇപ്പോൾ ഓൺലൈനിൽ നടക്കുന്ന ഒരു ട്രെൻഡാണ് ഓൺലൈൻ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുടെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരു സെക്ഷുവൽ കണ്ടന്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓൺലൈൻ ഗ്രൂമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ടേമുകൾ നമുക്കറിയാം. എങ്കിൽ കൂടിയും ഫെസിലിറ്റേറ്ററായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് അപരിചിതരോട് ഓൺലൈനിലാണെങ്കിലും അതുപോലെ ഓഫ്ലൈനിലാണെങ്കിലും സ്വകാര്യ വിവരങ്ങൾ പങ്കിടരുതെന്ന് പഠിപ്പിക്കുക. അഞ്ചാമതായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ശരിയല്ലാത്ത പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കഴിവതും വേഗത്തിൽ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ വിശ്വാസമുള്ള ആളുകളോടോ പങ്കുവയ്ക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കുക. ഓരോ കുട്ടിയും സുരക്ഷിതമായ ബാല്യം അർഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങളൊരു രക്ഷിതാവോ അധ്യാപകനോ അയൽക്കാരനോ സുഹൃത്തോ ആരുമാകട്ടെ, ഒരു കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇസാഫ് ബാലജ്യോതിയിലൂടെ അവബോധം വളർത്തി നിശബ്ദത വെടിഞ്ഞ് നടപടിയെടുക്കുക. അങ്ങനെ ഓരോ കുട്ടിക്കും സുരക്ഷിതവും സന്തോഷകരമായ ബാല്യവും ദോഷങ്ങളിൽ നിന്ന് വിട്ടകന്ന് വളരാൻ കഴിയുന്നതിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഫെസിലിറ്റേറ്ററായ നിങ്ങൾക്ക് ഈ സെഷൻ പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. എന്നാൽ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ തന്നെയാണ്. ഇന്ന് അവർക്ക് ലഭിക്കേണ്ട സുരക്ഷിത ബാല്യവും അവകാശങ്ങളും ഒക്കെ അവർക്ക് ഇന്ന് തന്നെ ലഭ്യമാക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കുട്ടികളുടെ സുരക്ഷിത ബാല്യം ഉറപ്പാക്കുന്നതിനുള്ള നിരവധി കാര്യങ്ങൾ അനുശാസിക്കുന്നു. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശ ഉടമ്പടി മുന്നോട്ട് വെച്ചതിൽ ഭാരതം ഒപ്പുവെക്കുകകൂടി ചെയ്തതോടുകൂടി കുട്ടികളുടെ സുരക്ഷിത ബാല്യവും ഭാരതത്തിന്റെ കടമയായി മാറി. കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 കുട്ടികളുടെ അതിജീവനം, അതുപോലെ തന്നെ അവരുടെ വികാസത്തിനുള്ള അവകാശം, അതോടൊപ്പം എല്ലാ കാര്യങ്ങളിലുമുള്ള പങ്കാളിത്ത അവകാശം, അതുപോലെ കുട്ടികളുടെ എല്ലാ പീഡനങ്ങളിൽ നിന്നും ഉള്ള സംരക്ഷണം, ഇതെല്ലാം കുട്ടികളുടെ അവകാശമാണ്. കുട്ടികളുടെ സുരക്ഷിത ബാല്യത്തിനായിട്ട് അവരുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് നിരവധി നിയമങ്ങൾ നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലനീതി നിയമം 2015 ഇതിൽ പ്രകാരം ഒരു കുട്ടി എന്നത് 0 മുതൽ 18 വയസ്സ് വരെ ഉള്ളതാണ്. ഈ നിയമപ്രകാരം നിരവധി സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ജില്ലയിലുമുണ്ട്. ഒരു ജില്ലയിൽ പ്രധാനമായിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾ, ചൈൽഡ് ലൈൻ, അങ്ങനെ നിരവധി സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനുമായി നിലകൊള്ളുന്നു. ഇവയുടെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു ബാല്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാം. നന്ദി. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കരുതൽ എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കി
നമ്മളിവിടെ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്ത് അത് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി സേഫ് അൺസേഫ് കളറിംഗ്. ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാറുണ്ട്. ഏതെല്ലാം സാഹചര്യങ്ങളിലും രീതികളിലുമാണ് കുഞ്ഞുങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ബോധ്യമാകും. ഫസ്റ്റ് സാഹചര്യം സ്കൂൾ കളിസ്ഥലം. ഇത് സേഫ് ആണോ അൺസേഫ് ആണോ? സേഫ് ആയ സാഹചര്യം നമ്മൾ ടിക്കിടണം. അതോടൊപ്പം തന്നെ അൺസേഫ് ആയ സാഹചര്യങ്ങളിൽ നമ്മൾ ഇൻഡു ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫെസിലിറ്റേറ്റർ കുഞ്ഞുങ്ങളോട് പറയുക സേഫ് ആയിട്ടുള്ള സാഹചര്യം ഏതാണ്, അതുപോലെ അൺസേഫ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഏതാണ്. ഇതിലില്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് സേഫ് അല്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നിട്ടുണ്ടോ? ഇതൊരു തുറന്ന ചർച്ചയ്ക്കൂടെ ഈ ഒരു ആക്ടിവിറ്റിക്ക് അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. സേഫ് അൺസേഫ് കളറിംഗ്. സ്കൂൾ കളിസ്ഥലം എന്ന് പറയുന്നത് ഒരു സുരക്ഷിതമായ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രീനിൽ നമ്മൾ ടിക്ക് ചെയ്യുന്നു. അതുപോലെ അമ്മയോടൊപ്പം നടക്കുന്നത്, നിങ്ങൾക്കറിയാം അമ്മ എന്ന് പറയുന്നത് ഭയങ്കര സുരക്ഷിതമാണ്. അപ്പോൾ ഈ സാഹചര്യവും സുരക്ഷിതമാണ്, അവിടെ നമുക്ക് ഗ്രീനിൽ ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, അന്യൻ ചോക്ലേറ്റ് കൊടുക്കുന്നത് സുരക്ഷിതമാണോ സുരക്ഷിതമല്ലയോ? നമുക്കറിയാം അന്യനാണ്, ഒരു സ്ട്രേഞ്ചറാണ്, അതൊരിക്കലും സുരക്ഷിതമല്ല. അപ്പോൾ റെഡിൽ നമ്മൾ ഇൻഡു മാർക്ക് ഇവിടെ ചെയ്യും. നെക്സ്റ്റ് നോക്കിയേ, വഴിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് സുരക്ഷിതമാണോ? അല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വഴിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ റെഡിൽ ഇൻഡു മാർക്ക് ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ആക്ടിവിറ്റിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. സുരക്ഷിതമല്ല, സുരക്ഷിതമാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സുരക്ഷിതമായിട്ടുള്ളത് നമുക്ക്, അതുപോലെ ഏതൊക്കെ സാഹചര്യങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ളത് ഒരു ചർച്ചയ്ക്ക് ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരവസരം ഈ ആക്ടിവിറ്റിയിലൂടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി എൻ്റെ സുരക്ഷിത വൃത്തം. വൃത്തത്തിനുള്ളിൽ എനിക്ക് വിശ്വസിക്കാവുന്നവർ അമ്മ, അച്ഛൻ, അധ്യാപിക, അമ്മൂമ്മ, അപ്പൂപ്പൻ. ഇവരുടെ ചിത്രമോ പേരോ ഈ വൃത്തത്തിനുള്ളിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്, അല്ലെ എഴുതാവുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാവുന്നവർ, അല്ലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരെ അവർക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്ക് പെട്ടെന്ന് വിളിക്കാവുന്നവർ, പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ, അവരെയാണ് നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾ. നമുക്ക് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ അവരുടെ പേര് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ആക്ടിവിറ്റി. അമ്മ എന്നുള്ളതാണെങ്കിൽ അമ്മ എന്ന് ഇവിടെ എഴുതണം. അച്ഛൻ, ഈ രണ്ടുപേര് മാത്രമാണുള്ളെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, അല്ല അധ്യാപികയും എനിക്ക് ആ ഒരു സുരക്ഷിത വലയത്തിനകത്ത് വരുന്നവരാണ്, അല്ലെ ഏറ്റവും വിശ്വാസമുള്ളവരാണെങ്കിൽ അധ്യാപികയും നമുക്ക് അതിനകത്ത് എഴുതാൻ കുട്ടികളോട് ആവശ്യപ്പെടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. ഇത്രയും പേരെൻ്റെ ചുറ്റിനുമുണ്ട്, എനിക്ക് സുരക്ഷിത കരങ്ങളായിട്ട് ഇത്രയും പേരെൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി സേഫ് ടച്ച് അൺസേഫ് ടച്ച് വേർതിരിക്കൽ. ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളുടെ സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോകും. ബസ്സിലോ സ്കൂളുകളിലോ അല്ലെ സ്കൂളിന് പുറത്തോ ഒക്കെ പല രീതികളിലും പല സാഹചര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ഒരു 3 സാഹചര്യങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 1 കൈ കൊടുക്കൽ, 2 ഒരാൾ അടിക്കുന്നത്,
3 അന്യൻ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് സുരക്ഷിതം അല്ലാത്തത് എന്ന് വേർതിരിച്ച് ഇമോജികൾ വരയ്ക്കാനാണ് ഈ ആക്ടിവിറ്റിയിൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഫെസിലിറ്റേറ്റേഴ്സ് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക, കൈ കൊടുക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈനാണ്. ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക അല്ലെ കൈ കൊടുക്കുക എന്നുള്ളത് ഒരു ഹസ്തദാനം, ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ഇമോജി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടാം. ഒരാൾക്ക് കൈ കൊടുക്കുന്നത്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് ഇമോജി ആയിട്ട് അവരോട് ആവശ്യപ്പെടുക. ഈ വൃത്തത്തിൽ ആ ഇമോജി വരയ്ക്കാൻ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും, ഇമോജി ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഹസ്തദാനം എന്ന് പറയുന്നത് ഒരു സന്തോഷം തരുന്ന അനുഭവമാണ്. അപ്പോൾ നമുക്കതൊരു പുഞ്ചിരിയിൽ, ഒരു ഇമോജി, പുഞ്ചിരിക്കുന്ന ഒരു ഇമോജിയിലൂടെ നമുക്ക് പ്രസന്റ് ചെയ്യാം. അടുത്തതിലേക്ക് കിടക്കാം. ഒരാൾ അടിക്കുന്നത് ശരിയാണോ? അത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇമോജി വളരെ ദുഃഖിച്ചിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും ആ കുഞ്ഞ് കടന്നു പോകുന്നത്. ഒരാൾ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായ സന്ദർഭമല്ല. സോ ആ ഇമോജി അതനുസരിച്ച് കുഞ്ഞുങ്ങളോട് നമുക്ക് ആവശ്യപ്പെടാം വരയ്ക്കാൻ. നെക്സ്റ്റ് നോക്കിയേ, അന്യൻ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ഒട്ടും യോജിക്കാത്ത ഒരു സന്ദർഭമാണ് ഈ അന്യൻ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളോട് നമുക്ക് ആവശ്യപ്പെടാം, ഇങ്ങനെ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ ആ ഇമോജി ആ തരത്തിൽ ഇവിടെ വരയ്ക്കൂ. ഈ സർക്കിളിനകത്ത് എങ്ങനെയായിരിക്കും ആ കുഞ്ഞുങ്ങൾ വരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ വിഷാദകരമായ അല്ലെങ്കിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും ഈ അന്യൻ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അവരുടേതായ രീതിയിൽ അവർ വരയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ സാഹചര്യങ്ങൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇതെല്ലാം ഓരോരോ സാഹചര്യങ്ങളാണ്. സേഫ് ടച്ച്, അൺസേഫ് ടച്ച്, ഇമോജി രൂപത്തിൽ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി 3 നമ്മൾ ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിൽ പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വന്നാലും അതിനെയെല്ലാം എങ്ങനെ കരുത്തോടെ ധൈര്യത്തോടെ നേരിടുവാനുള്ള ആ ഒരു ആർജവം നിങ്ങൾ പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിലൂടെ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 4, സുരക്ഷാ ട്രാഫിക് ലൈറ്റ്. നേരത്തെ നമ്മൾ ആക്ടിവിറ്റി ചെയ്ത പോലെ തന്നെ ഇവിടെയും 3 സാഹചര്യങ്ങളാണ് തന്നേക്കുന്നത്. ഒന്നാമത് വീട്ടിൽ അമ്മയോടൊപ്പം കളിക്കുന്നത്, രണ്ടാമത് അന്യൻ വിളിക്കുന്നത്, മൂന്നാമത് റോഡിൽ ഒറ്റയ്ക്ക് നടക്കുന്നത്. ഈ 3 സാഹചര്യങ്ങളിൽ ഏതാണ് സുരക്ഷിതം, ഏതാണ് സുരക്ഷിതമല്ലാത്തത് എന്ന് ഈ ട്രാഫിക് ലൈറ്റിൻ്റെ ആ ഒരു കളറോടുകൂടി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതായത് പച്ച എന്ന് പറയുന്നത് സുരക്ഷിതമാണ്. അപ്പോൾ വീട്ടിൽ അമ്മയോടൊപ്പം കളിക്കുന്നത് സുരക്ഷിതമാണെങ്കിൽ ആണല്ലോ, അപ്പോൾ ഗ്രീൻ ലൈറ്റ് നമ്മളിവിടെ കൊടുക്കണം, ഗ്രീൻ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ അടുത്ത് നോക്കിയേ, അന്യൻ വിളിക്കുന്നത് സുരക്ഷിതമാണോ? അല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സുരക്ഷിതമല്ല. അപ്പോൾ റെഡ് ലൈറ്റ് ആണ്. അപ്പോൾ റെഡ് ലൈറ്റിൻ്റെ അവിടെ നിങ്ങൾ കളർ ചെയ്യുക. നെക്സ്റ്റ്, റോഡിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് സുരക്ഷിതമാണോ? ഒരിക്കലും അല്ല. ഒറ്റയ്ക്ക് നടക്കുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. അവിടെയും സെയിം റെഡ് ആണ് വരുന്നത്. ഈ 3 സാഹചര്യങ്ങളിലും 3 കളറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ സാഹചര്യത്തെ കളർ ചെയ്യാവുന്നതാണ്. ഒന്ന് സുരക്ഷിതം, പച്ച, മഞ്ഞ ആശയക്കുഴപ്പം, ചുവപ്പ് അപകടം. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 4. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 5 and 6 ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി 5 and 6. ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത് നോ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ നിർമ്മിക്കുക. കുട്ടികൾ വലിയ അക്ഷരങ്ങളിൽ നോ എന്ന് എഴുതിയിട്ട് അതൊരു പോസ്റ്റർ രൂപേണ ഫിക്സ് ചെയ്ത് നമുക്ക് നോ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ജീവിതത്തിൽ നോ പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് നോ പറയാൻ കുഞ്ഞുങ്ങളെ
പഠിപ്പിക്കുകയാണ് ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കർത്തവ്യം. അടുത്ത് നോക്കി, അൺസേഫ്. അൺസേഫ് സാഹചര്യങ്ങൾ പറയേണ്ട വാക്യങ്ങൾ, മുദ്രാവാക്യങ്ങൾ എഴുതുക. അതായത് സാഹചര്യം ശരിയല്ലെങ്കിൽ, അൺസേഫ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളും എഴുതേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതിലൊന്ന് എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ല, അല്ലെ നോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നുള്ളത് വ്യക്തമായിട്ട് ദൃഢമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. അതിനും കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ. ആക്ടിവിറ്റി 7, കഥ പൂർത്തിയാക്കൽ. ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു കഥയുടെ കുറച്ച് ഭാഗം നമ്മൾ കൊടുക്കുന്നു. അത് പൂർത്തീകരിക്കാൻ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുന്നു. ആ പൂർത്തീകരിക്കുന്നതിലൂടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള ഇമോഷൻസും നേരത്തെ ഉണ്ടായ സാഹചര്യങ്ങളുമൊക്കെ ഒരു ഇമാജിനേഷനിലൂടെ അവർ വരയ്ക്കുകയോ എഴുതുകയോ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു കഥയൊന്ന് നോക്കിയാലോ. രമേശ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു അന്യൻ ചോക്ലേറ്റ് കൊടുത്ത് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ആ ഫിഗർ ഒന്ന് നോക്കിയേ നിങ്ങൾ. കണ്ട, അപരിചിതനായ ഒരാള് ആ കുഞ്ഞിനെ ചോക്ലേറ്റ് കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറയുന്നു. തുടർഭാഗം എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുക, ഈ ഒരു സാഹചര്യം പറഞ്ഞു കൊടുത്തിട്ട് ഇത് നിങ്ങൾ പൂർത്തീകരിക്കുക, ഈ കഥ നിങ്ങൾ പൂർത്തീകരിക്കുക. ഒന്നീ പടം വരച്ച് അത് പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ കഥ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് പൂർത്തീകരിക്കാം. അപ്പൊ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇമാജിനേഷനാണ്. അവരെത്രത്തോളം ഇതിന് ഇൻഫ്ലുവൻസ് ആവുമോ ഈ അന്യനായ വ്യക്തിയിലൂടെ, ആ കൊടുക്കുന്ന ആ ചോക്ലേറ്റിലൂടെ കുഞ്ഞുങ്ങൾ ആ വ്യക്തിയിലൂടെ പോകുമോ? ഒരിക്കലും അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് കുഞ്ഞുങ്ങളിലേക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യുക. ഒരിക്കലും അന്യൻ ചോക്ലേറ്റ് കൊടുത്താൽ പോകരുത് എന്നതാണ് ഈ കഥയുടെ സാരാംശം. അപ്പൊ അത് അവരിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വരട്ടെ. അടുത്ത ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 8, അടിയന്തര ഫോൺ നമ്പറുകൾ. അതായത് ഏറ്റവും നമുക്ക് അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നമ്പറുകൾ, ഫോൺ നമ്പറുകളാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കുക. ഏറ്റവും അടുത്ത് നിൽക്കുന്ന അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ടീച്ചർ, ഇവരുടെയൊക്കെ നമ്പറുകൾ നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് എഴുതാൻ പറയുക. കാര്യം ഇത് അറിഞ്ഞിരിക്കണം. പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, അല്ലെ പെട്ടെന്നൊരു ചൂഷണത്തിന് വിധേയമായി, അല്ലെങ്കിൽ ചൂഷണം നേരിടുന്ന ഒരു സന്ദർഭം വരികയാണ്. ഇവിടെയെല്ലാം നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ഫോൺ നമ്പറാണ് അച്ഛൻ്റെ, അമ്മയുടെയൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് ആ നമ്പറുകൾ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഫെസിലിറ്റേറ്റേഴ്സ് ഇത് കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുക. ഈ ആക്ടിവിറ്റിയിലൂടെ അവർ ആ നമ്പർ കാണാതെ പഠിക്കട്ടെ. അടുത്തതായിട്ട് നോക്കിയേ, ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു നമ്പറാണ് ചൈൽഡ് ലൈൻ നമ്പർ. എത്രയാണ് ചൈൽഡ് ലൈൻ നമ്പർ? 1098 ആണ് ചൈൽഡ് ലൈൻ നമ്പർ. ഇതും കുഞ്ഞുങ്ങളെ കാണാതെ പഠിപ്പിക്കുക. എന്നാൽ മാത്രമേ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടങ്ങളിൽ, ചൂഷണം നേരിടുന്ന ഘട്ടങ്ങളിലായിക്കോട്ടെ, അത് ഫേസ് ചെയ്യുന്ന സന്ദർഭങ്ങളിലായിക്കോട്ടെ, അല്ലെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലായിക്കോട്ടെ, ഇവിടെയെല്ലാം അവർക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ ചൈൽഡ് ലൈൻ നമ്പറോ ഒക്കെ അവർക്ക് ഫെമിലിയർ ആണെങ്കിൽ, സുപരിചിതമാണെങ്കിൽ അവർക്കത് വിളിക്കാനും ആ നമ്പർ യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ഫോൺ നമ്പറുകൾ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ ഫോൺ നമ്പറുകളും അതുപോലെ ചൈൽഡ് ലൈൻ നമ്പറുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം, സുരക്ഷാ കൈ. ഈ ആക്ടിവിറ്റിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ, ഏറ്റവും സുരക്ഷിതരായിട്ട് നിൽക്കുന്ന 5 പേരുടെ പേരുകൾ ഈ വിരലിനുള്ളിൽ എഴുതുക. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ അനുസരിച്ച് എഴുതാവുന്നതാണ്. ഫസ്റ്റ് ആര് വരും? അമ്മയാണോ, അച്ഛനാണോ, പോലീസുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇതിൽ ആരാണ് ആദ്യം വരുന്നത് ആ ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്.
അപ്പോൾ കുഞ്ഞുങ്ങളോട് പറയാ, ആദ്യം ആരെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? സുരക്ഷിതത്വം എന്നുദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ സേഫ് അല്ലേ? അപ്പോൾ ആരെയാണെന്നുള്ളത് ആ ഓർഡറിൽ അവരോട് എഴുതാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 9, സുരക്ഷാ കൈ. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 10. ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1098 എന്ന് പറയുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് അത് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതാവുന്ന, ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇത് സീനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ഫെസിലിറ്റേറ്റേഴ്സ് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അവർക്ക് ജസ്റ്റ് ഇത് പറഞ്ഞു കൊടുക്കുക, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ 1098 എന്ന് പറയുന്ന ചൈൽഡ് ലൈൻ നമ്പർ വിളിക്കേണ്ട സാഹചര്യം. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ആദ്യം കൊടുക്കുക, എന്നിട്ട് താഴേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോവാം. ഇതൊരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ ഒരു കുട്ടിയെ കൂട്ടുകാർ നിരന്തരമായിട്ട് കളിയാക്കുന്നു, അല്ലെ ടീസ് ചെയ്യുന്നു. അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ പ്രതികരണം എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഇത് നിങ്ങൾ കൂട്ടായിട്ടിരുന്നിട്ട്, സീനിയേഴ്സ് കുഞ്ഞുങ്ങളാണ്, അവരെ ഒരുമിച്ച് ഡിവൈഡ് ചെയ്ത് വേണേൽ ഗ്രൂപ്പുകളാക്കിയിട്ട് നിങ്ങൾക്ക് അവരുടെ പ്രശ്നത്തിന് പരിഹാരം. ഓക്കെ, ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു കുട്ടിയെ കൂട്ടുകാർ നിരന്തരം പരിഹസിക്കുന്നു. ഈ പാഠത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഫെസിലിറ്റേറ്റേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട്. ശാരീരികമായ പീഡനം, മാനസികമായ പീഡനം, അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത് ഏത് പീഡനത്തിൽ വരുന്നതാണ്? ഒരു കുട്ടിയെ നിരന്തരം പരിഹസിക്കുന്നു എന്ന് പറയുമ്പോൾ മാനസികമായ പീഡനമാണ്, അല്ലെങ്കിൽ വൈകാരികമായ പീഡനത്തിൽ വരുന്നതാണ്. അതും പീഡനത്തിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇത് ഗൗരവകരമായ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ചർച്ചയിലൂടെ ഒരു സൊല്യൂഷനിലെത്തിക്കും, ആ ഒരു ചർച്ച ഈ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുക, അതിൻ്റെ പരിഹാരം അവരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക. അടുത്ത ആക്ടിവിറ്റിയാണ് സാമൂഹിക സുരക്ഷാ മാപ്പ്. ഈ ആക്ടിവിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിൽ സുരക്ഷിതമായ സ്ഥലങ്ങളുണ്ട്, അതുപോലെ സുരക്ഷിതമല്ലാത്ത കുറച്ച് സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങൾ നമുക്കറിയാം, സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോട് സുരക്ഷിതമായ സ്ഥലങ്ങൾ മാപ്പ് ചെയ്യാൻ പറയുക, അതോടൊപ്പം തന്നെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളും മാപ്പ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടാം. അപ്പോൾ ഒരു കുഞ്ഞ് ചെയ്യുന്നതായിരിക്കത്തില്ല, അല്ലെങ്കിൽ എഴുതുന്നതായിരിക്കത്തില്ല വേറൊരു കുട്ടി ചെയ്യുന്നത്. അതോറിറ്റികൾക്ക്, അല്ലെങ്കിൽ പോലീസിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ, ചൈൽഡ് ലൈൻ, അവർക്കെല്ലാം ആ ഒരു സ്ഥലം സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെടുകയും അതനുസരിച്ച് അവിടെ പ്രവർത്തിക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ സുരക്ഷാ മാപ്പ് വരപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൊണ്ട് വരപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോവാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായ ബാല്യം വേണം. സുരക്ഷിതമായ ബാല്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ അവകാശമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും സുരക്ഷിത ബാല്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. കുഞ്ഞുങ്ങളോട് അത് നിങ്ങൾക്ക് വരയ്ക്കാനോ, അല്ലെങ്കിൽ ഒരു കട്ടൗട്ടായിട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ പ്ലക്കാർഡ് രൂപേണയോ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പോൾ ഒരു പോസ്റ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് വരകളുണ്ടാവാം, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. എല്ലാ കുഞ്ഞുങ്ങളും സുരക്ഷിതമായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടുക. അവരുടേതായ ഭാവനകൾ വരട്ടെ, അവർ വ്യത്യസ്തമായ രീതിയിൽ ഇത് പോസ്റ്റർ അവതരിപ്പിക്കും. അടുത്ത ആക്ടിവിറ്റിയാണ് മുദ്രാവാക്യം എഴുതുക. സീനിയേഴ്സ് ആയ കുട്ടികളോട് ഫെസിലിറ്റേറ്റേഴ്സ് ആയ നിങ്ങൾക്ക് ആവശ്യപ്പെടാം, മുദ്രാവാക്യം തയ്യാറാക്കുക. മുദ്രാവാക്യത്തിൻ്റെ ടോപ്പിക് ഇതാണ്: സുരക്ഷിത കുട്ടികൾ, ആരോഗ്യകരമായ ഭാവി. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ചൈൽഡ് അബ്യൂസ് എന്നുള്ളത്. ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തതാണ്. ഇതുപോലെ നല്ല നല്ല കണ്ടന്റുകൾ, അല്ലെങ്കിൽ നല്ല നല്ല മുദ്രാവാക്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ആശയങ്ങൾ വരട്ടെ. അതിന് ഫെസിലിറ്റേറ്റേഴ്സായ നിങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുക. നല്ല നല്ല മുദ്രാവാക്യങ്ങൾ അവരിൽ നിന്ന് വരട്ടെ. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ജൂനിയേഴ്സിന് ചെയ്ത പോലെ തന്നെ
ഇവിടെ സെയിം അതുപോലെ തന്നെയാണ് വരുന്നത്. കഥ പൂർത്തിയാക്കുക. മീന സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ അവളെ വിളിച്ചു. അപ്പോൾ ശരിയായ പരിഹാരം നിർദ്ദേശിച്ച് കഥ പൂർത്തിയാക്കുക. ഈ കഥയുടെ ബാക്കി ഭാഗം പൂരിപ്പിക്കുക അല്ലെങ്കിൽ കഥ പൂർത്തിയാക്കുക. അതിലുള്ള ശരിയായ പരിഹാരം നിർദ്ദേശിക്കുക. അതായത് ഇതൊരു സന്ദർഭമാണ് തന്നേക്കുന്നത്. മീന സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ അവളെ വിളിച്ചു. അപ്പോൾ സീനിയേഴ്സ് കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അവരുടേതായ തലങ്ങളിൽ അഡോളസൻസ് ഏജിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ കഥ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ അവർ നേരിടുന്ന നേരിട്ട ഇമോഷൻസ് എല്ലാം വെളിയിൽ വരും. അപ്പോൾ അത് എഴുതാൻ അവരോട് ആവശ്യപ്പെടുക. അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാനും നിങ്ങൾക്ക് അവരോട് ആവശ്യപ്പെടാം. കത്തെഴുതുക. നോക്കാം. സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് സുഹൃത്തിന് ഒരു കത്തെഴുതുക. ഇതാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ സീനിയർ കുഞ്ഞുങ്ങളെന്ന നിലയിൽ പെട്ടെന്ന് അവർക്ക് മനസ്സിൽ പതിയുന്ന അല്ലെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടാം. അടുത്ത ആക്ടിവിറ്റിയാണ് പ്രതിജ്ഞ. ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നോ പറയേണ്ടിയെടുത്ത്, നമ്മൾ ജൂനിയേഴ്സിൻ്റെ പാഠഭാഗം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നോ പറയേണ്ടിയെടുത്ത് കൃത്യമായിട്ട് നോ പറയാൻ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ സീനിയേഴ്സും നോ പറയേണ്ട രീതിയിൽ അല്ലെ നോ പറയേണ്ട സാഹചര്യത്തിൽ കൃത്യമായിട്ട് നോ പറയാൻ അവരെ പഠിപ്പിക്കുക. അത് ഏത് സാഹചര്യങ്ങളോ ആയിക്കോട്ടെ. അതായത് മേ ബി ഒരു അഡിക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെ ഡ്രഗ് അടിമപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരൻ വിളിക്കുന്നതാവാം. അവിടെ നോ പറയാൻ ഈ കുട്ടിക്ക് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ആ കുട്ടി വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ പല സന്ദർഭങ്ങളിലും നോ പറയേണ്ടിയെടുത്ത് കൃത്യമായിട്ട് നോ പറയാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക. അടുത്ത ആക്ടിവിറ്റിയാണ് 1 minute ടോക്ക്. 1 minute ടോക്ക് എന്ന് പറയുമ്പോൾ ഈ 1 മിനിറ്റ് കൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് സുരക്ഷിതമായ ബാല്യം വേണ്ടത്, അത് 1 മിനിറ്റ് കൊണ്ട് കുഞ്ഞ് പറഞ്ഞ് കേൾപ്പിക്കുക. ഇതാണ് അടുത്ത ആക്ടിവിറ്റി. സീനിയർ എന്ന നിലയിൽ അവർക്ക് നല്ല രീതിയിൽ അത് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സുരക്ഷിതമായ ബാല്യത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് നല്ല രീതിയിൽ അവർ അവതരിപ്പിക്കും. അതിന് ഫെസിലിറ്റേറ്റർ അവരെ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റിലത്തെ ആക്ടിവിറ്റിയാണ് ഫാമിലി ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫാമിലി ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ഒരു തുറന്ന ചർച്ചയാവണം വൈകുന്നേരങ്ങളിൽ, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആ വൈകുന്നേരം വീട്ടിലെത്തുന്ന സമയങ്ങളിൽ ചർച്ച ചെയ്യാനും അതുപോലെ അവർക്ക് ഒന്നിച്ച് സംസാരിക്കാനും ഇടപെടാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ആക്ടിവിറ്റി അവിടെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ ഏതാണ് വർക്ക് ബുക്കിൽ കുറിക്കുക. അപ്പോൾ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി പൂർത്തീകരിക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങളിപ്പോൾ നേരിടുന്ന ക്ലാസ്സിൽ നേരിട്ട ഏതെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെ ഏതെങ്കിലും വരുന്ന വഴികളിൽ നേരിട്ട പ്രശ്നങ്ങളാവാം, പീഡനങ്ങളാവാം, മേ ബി ഹറാസ്മെൻ്റ് ആവാം, സെക്ഷുവൽ ഹറാസ്മെൻ്റ് ആവാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഓപ്പൺ മൈൻഡഡ് കമ്മ്യൂണിക്കേഷൻ, തുറന്ന ഒരു സംഭാഷണം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ എപ്പോഴാണ് അവർ ഫ്രീ ആവുന്ന ടൈമിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് വായിക്കുവാനും ഇതുപോലുള്ള പീഡനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനും അനുയോജ്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഈ പാഠം എത്തണം. എല്ലാ ഫെസിലിറ്റേറ്റേഴ്സും ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഫലപ്രദമായ രീതിയിൽ അവരുടെ മനസ്സിലേക്ക് എത്തുവാനും അതനുസരിച്ച് വിവേകത്തോടുകൂടി പെരുമാറാനും പല ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു ഉൾക്കാഴ്ച അവരിലേക്ക് പകരുകയാണ് ഈ ഒരു സെഷനിലൂടെ, ഇത്രയും ആക്ടിവിറ്റിയിലൂടെ ജൂനിയേഴ്സും സീനിയേഴ്സിലും നമ്മൾ തന്ന ആക്ടിവിറ്റിയിലൂടെ പ്രൊവൈഡ് ചെയ്തത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കരുതൽ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലൂടെ
എല്ലാ കുഞ്ഞുങ്ങൾക്കും ആ ഒരു സുരക്ഷിതമായ അന്തരീക്ഷവും അത് സുരക്ഷിതമായ സമൂഹവും സൃഷ്ടിക്കപ്പെടട്ടെ. ഫെസിലിറ്റേറ്ററിലൂടെ ആ ഒരു വലിയൊരു കർത്തവ്യം നിറവേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മെർലിൻ സൂസൻ വർഗീസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.